ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളാണ് നടക്കുന്നത്. വേറൊന്നുമല്ല, അനുമോളും അനീഷും തമ്മിലുള്ള പ്രണയബന്ധം. അങ്ങനെ പറയാറായിട്ടില്ല. അനീഷ് ഇന്ന് അനുമോളെ പ്രപ്പോസ് ചെയ്തായിരുന്നു. എന്നാലും എനിക്കിതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് വീഡിയോ മൊത്തവും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ഞാൻ ഇതിൽ പറയുന്നതെല്ലാം എൻ്റെ അഭിപ്രായങ്ങളാണ്. ഇന്ന് രാവിലെ എല്ലാവരും കണ്ടു കാണും എപ്പിസോഡിൽ ഈ പറയുന്ന അനീഷും അനുമോളും കൂടി രണ്ടുപേരും കൂടി അവിടെ നിന്നോട് സംസാരിക്കുന്നു. ആ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എടുത്തടിച്ചതുപോലെ അനീഷ് അനുമോളോട് പറയുന്നു, നമുക്കൊന്ന് വിവാഹം കഴിച്ചാലോ, നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുന്നു. മൊത്തത്തിൽ കിളിപോയ അവസ്ഥയിലായിപ്പോയി ആ സമയത്ത് ഈ പറയുന്ന അനുമോള്. പക്ഷെ അനുമോൾ അവിടെ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. അനുമോൾ അവിടെ ഇതിനെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ തെറ്റിദ്ധാരണയെ അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചതാണ്, അനീഷേട്ടൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പല തവണ ശ്രമിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അതിനുശേഷവും പോയി കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ, തെറ്റിദ്ധാരണയെ കുറിച്ച് സംസാരിക്കാൻ, അല്ലെങ്കിൽ പറയാനുള്ളത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനീഷ് ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത്രയും നമ്മൾ എപ്പിസോഡിൽ കണ്ടല്ലോ. നമുക്കിനി കുറച്ച് പുറകോട്ട് പോവാം. ഈ ഷാനവാസും അനുമോളും ഇവരെല്ലാരും കൂടെ ഇരിക്കുമ്പോൾ തമാശ രീതിയിൽ തുടങ്ങിയതാണ് ഇത്. എന്നുവെച്ചാൽ അനുമോളും ഇത് തമാശ രീതിയിലാണ് എടുത്തത്. അതുപോലെ തന്നെ അനീഷും ഇത് തമാശ രീതിയിൽ തന്നെയാണ് ആദ്യം തുടങ്ങിയത്. എന്നുവെച്ചാൽ അനീഷ് അനുമോളോട് കെയർ കാണിക്കുന്നുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്ത ഒരു ഡ്രാമ, എന്ന് വെച്ചാൽ ഒരു തമാശ. ആ തമാശയിൽ വീണുപോയ ഒരാളാണ് ഈ അനീഷ്. പക്ഷെ അനുമോൾ ഇതുവരെയും ഈ ഷാനവാസ്, ആദില, നൂറ ഇവരൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവർ കളിയാക്കുമ്പോൾ എന്തെങ്കിലും അവിടെ കളിയാക്കി സംസാരിക്കുകയും അല്ലെങ്കിൽ ലിവിംഗ് റൂമിലൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ പറയുമ്പം അത് ഒരു രസമായ രീതിയിൽ നമ്മളെല്ലാരും കണ്ടിട്ടുണ്ട്. അവിടെ കാണിക്കുന്ന ആക്ഷൻസും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ലവ് കോംബോ അവിടെ തുടങ്ങാൻ പോകുന്നുണ്ടെന്നോ ലവ് ഉണ്ടെന്നോ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം ഇവർ തമ്മിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്ന പല സാഹചര്യങ്ങളും ഈ ആദില നൂറയുമായിട്ട് ഈ അനുമോൾ വഴക്കുണ്ടായ സമയത്തെല്ലാം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പോലും നിങ്ങൾ പ്രത്യേകം ഈ ലൈവ് കണ്ടവർക്കറിയാം, കൂടുതലും എപ്പിസോഡിനേക്കാൾ ലൈവ് കണ്ടവർക്കറിയാം, അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള ഒരു രീതിയിലും അനീഷിനോട് എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഈ സീസൺ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സൈബർ ആക്രമണം ഏറ്റവും കൂടുതൽ അകത്തും പുറത്തും എല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന അനുമോൾ തന്നെയാണ്. ഇവിടെ അനുമോൾ ചെയ്ത തെറ്റെന്താണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അനീഷേട്ട എന്ന് പറഞ്ഞ് പല സമയങ്ങളിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും ഇങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളതായിട്ട് അനുമോൾ ഒരു സമയത്തും പ്രകടിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇവരെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിവിംഗ് റൂമിലും തമാശ പറയുമ്പോഴും ഒക്കെ അതൊരു തമാശ രീതിയിലാണ് അനുമോൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ശരിയാണല്ലോ. പക്ഷെ അത് അനീഷിനെ പോലുള്ള സാധാരണക്കാരനായിരിക്കാം. പക്ഷെ അനീഷ് ഇത്രയും PSC പഠിച്ച് ഇത്രയും ഗ്രാജുവേറ്റ് ആയ ഒരാള്, ഇത്രയും PSC ഒക്കെ പഠിച്ച് വലിയ ജോലിയൊക്കെ നേടിയ ആള്, ബുദ്ധിയുള്ള ആളാണ്. എല്ലാം ശരിയാണ്. ഓക്കെ, നമ്മളെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. പുള്ളി നല്ലൊരു ജോലിയിൽ ഇരിക്കുന്ന ഒരാളുമാണ്. പക്ഷെ പുള്ളിക്ക് ഇത് ചിന്തിക്കാനോ അതൊരു തമാശയാണെന്ന് മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. ഇത് രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, സാധാരണ മനുഷ്യനാണ്, ചിലപ്പോൾ അങ്ങോട്ടൊക്കെ ഇഷ്ടം തോന്നാം, ഇല്ലെന്ന് പറയുന്നില്ല. ആ ഇഷ്ടം തോന്നുമ്പോഴാണെങ്കിലും ആ ഇഷ്ടം തുറന്നു പറഞ്ഞു. മറ്റുള്ള സീസണുകളിൽ നമ്മൾ കണ്ടതാണ്. സീസൺ 4 എടുത്താൽ മതി. സീസൺ 4 2 കണ്ടസ്റ്റൻസ്, ആ ഒരു കണ്ടസ്റ്റൻസിന് മറ്റൊരു കണ്ടസ്റ്റൻസിനോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴും അത് നോ പറഞ്ഞിട്ടില്ല. ആ മറ്റൊരു കണ്ടസ്റ്റൻസിനെ അവിടെ ഇട്ടിങ്ങനെ വട്ടം ചുറ്റിക്കുകയായിരുന്നു. അത് പിന്നെ വലിയ ഇഷ്യൂ ഒക്കെ ആയി, വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴും വലിയ ഇഷ്യൂ ഒക്കെ ആയി. പക്ഷെ ഇവിടെ അനുമോൾ ചെയ്തത് കറക്റ്റായിട്ട് എനിക്ക് തോന്നി. നേരിട്ട് തന്നെ പറഞ്ഞു, എനിക്കൊരു ചേട്ടനെ പോലെയാണ് ഞാൻ കാണുന്നത്, എനിക്കിപ്പോൾ കല്യാണത്തിനൊന്നും താല്പര്യമില്ല, എനിക്ക് 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, എൻ്റെ വീട്ടുകാരെ, എൻ്റെ അച്ഛന്, അമ്മ, അതുപോലെ എൻ്റെ കല്യാണത്തെക്കുറിച്ച് എനിക്ക് സങ്കല്പങ്ങളുണ്ട്, എനിക്ക് ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിക്കാനാണ് ഇഷ്ടം. ഇതൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞ അനീഷ് പെട്ടെന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഇത് പെട്ടെന്ന് ഒരു പെണ്ണിനോട് പോയിട്ട് നമുക്കൊന്ന് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആ പെണ്ണിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നു. അതിനുശേഷവും പറയാൻ ശ്രമിക്കുന്നു. ഇതൊന്നും കേൾക്കാതെ അനീഷ് അവിടെ എഴുന്നേറ്റ് പോകുന്നു. അതിനുശേഷവും സംസാരിക്കാൻ ശ്രമിക്കുന്നു. അനീഷ് സമ്മതിക്കുന്നില്ല. അപ്പോൾ ഇത് അനീഷിന്റെ ഒരു ഗെയിമായിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. ഇതിനെല്ലാവരും കൂടെ ഇപ്പോൾ വെളിയിൽ വന്നിരുന്നുകൊണ്ട് പറയുന്നത് അനീഷിനെ അനുമോൾ ചതിച്ചു എന്ന് പറയുന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഷാനവാസിനോടും ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ തന്നെയാണ് ഇവർ ഈ തമാശ കാണിക്കുന്നതും സംസാരിക്കുന്നതും ഇവർ കളിയാക്കുമ്പോഴൊക്കെ ചിരിക്കുന്നതും ഇതെല്ലാം അവിടെ നടന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും
അനുമോളുടെ ഭാഗത്തു നിന്ന് ഒരു നോട്ടത്തിൽ പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ അനീഷ് അതിനെ ഇത് ഒറിജിനലായിട്ടാണ് എടുത്തതെങ്കിൽ അത് പുള്ളിയുടെ തെറ്റിദ്ധാരണയുടെ മേളിൽ പുള്ളി എടുത്തതാണ്. അല്ല അനീഷ് ഇത് ഗെയിം ആണെങ്കിൽ അനീഷിന് ഈ പറയുന്ന അനുമോളെ നെഗറ്റീവ് ആക്കാനായിട്ട് തന്നെ ചെയ്യുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം എനിക്കിപ്പോൾ പല പ്രാവശ്യം എനിക്ക് അത് ഫീൽ ചെയ്തു. എന്ന് വെച്ചാൽ രാവിലെ മുതൽ അതിനുശേഷം ആരോടും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു, വിഷമിച്ച് നടക്കുന്നത് പോലെ നടക്കുന്നു. ഓക്കെ, ആ സമയത്ത് പോയി ആദിലയോട് അനുമോള് പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, നീ ആരോടും പറയണ്ട, പക്ഷെ ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെയും. പക്ഷെ നമ്മൾ തമാശ കാണിക്കാറുണ്ട്, തമാശ ചെയ്യാറുണ്ട്, ഞാൻ അത്രേ വിചാരിച്ചുള്ളൂ. അപ്പോൾ ആദില പറയുന്ന ഒരു കാര്യമുണ്ട്, അത് നിന്റെ തന്നെ കുഴപ്പമാണ്, അത് സത്യമാണ്. നീ ആണെങ്കിൽ അങ്ങനെ ഇടപെട്ടപ്പോൾ പുള്ളി അതിനെ തെറ്റിദ്ധരിച്ചു, വേറെ രീതിയിൽ പുള്ളി എടുത്തു കാണും, അത് പുള്ളിക്ക് നല്ല ഫീൽ ചെയ്തിരിക്കാം, അതുകൊണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ആ പറഞ്ഞതിനെ. പക്ഷെ അവിടെ ഇപ്പൊ രണ്ടാമത്തെ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അനുമോള് ഒറ്റയ്ക്കിരിക്കുമ്പോൾ, അനീഷ് അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരിക്കലും അനീഷിനോട് അങ്ങനെ പെരുമാറിയിട്ടില്ല, ആ രീതിയിൽ തന്നെ കണ്ടിട്ടില്ല. അത് അവരുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം. അങ്ങനെ ഒരു ഇഷ്ടമുള്ള ഒരാളായിരുന്നെങ്കിലും ഉറപ്പായിട്ടും അവർ തമ്മിൽ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഹിന്റ് ഈ അനുമോള് വേണമെങ്കിൽ അനീഷിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ളത്. ഈ ഷാനവാസ് ഉൾപ്പെടെ ഉള്ളവർ അവിടെ കളിയാക്കിയിട്ടുണ്ട്. ആ കളിയാക്കുന്ന സമയത്ത് അതിന്റെ കൂടെ ചേർന്ന് അനീഷിനെ കളിയാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു രസമുള്ള രീതിയിൽ, ഒരു തമാശ രീതിയിൽ അത് കൊണ്ടുപോയതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ ഇപ്പോൾ അനുമോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കരമായ ഡീഗ്രേഡിംഗ് ആണ്. ഈ ചില ആൾക്കാരൊക്കെ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ അനീഷിനെ സമ്മതിച്ചാൽ എന്താ, അനീഷിനെ അങ്ങ് കെട്ടിയാൽ എന്താ, അനീഷിന്റെ അങ്ങ് പ്രപ്പോസൽ അങ്ങ് അംഗീകരിച്ചാൽ എന്താ, ഇവിടെ ഇത് ചുമ്മാ അങ്ങ് അംഗീകരിക്കാൻ ഇതെന്താ, ഒരു പെണ്ണിന്റെ മനസ്സല്ലേ, അത് ചുമ്മാ അങ്ങ് പോയി പിടിച്ച് ഉടനെങ്കിൽ വാങ്ങിക്കാൻ പറ്റുന്ന സാധനമാണോ? അതുപോലെ തന്നെ അനുമോള് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, അവിടെ വേറെ ആരെന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ അപ്പോൾ തന്നെ അത് വേറെ രീതിയിൽ ഞാൻ പ്രതികരിച്ചേനെ. പക്ഷെ എനിക്ക് അനീഷേട്ടന്റെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ പെട്ടെന്ന് പ്രതികരിക്കാൻ എനിക്ക് തോന്നിയില്ല വേറെ രീതിയിൽ. പക്ഷെ എനിക്ക് പറഞ്ഞു കൊടുക്കണം, പറഞ്ഞ് മനസ്സിലാക്കിക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാം അനീഷ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ അതിനെ ഒരു ഗെയിമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അനുമോള് പറയുന്നു, എനിക്ക് ചേട്ടാ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് അങ്ങനെ ഇപ്പൊ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അതന്നെ എനിക്ക് ഇപ്പം ചേട്ടനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അനുമോൾ അവിടെ പറയുന്ന ബാക്കി കാര്യങ്ങളും കൂടെ അവിടെ ഇരുന്ന് കേൾക്കണം. ഇത് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഒരു കാമുകനും കാമുകിയും കൂടെ വഴക്കുണ്ടാക്കുന്നു. കാമുകി എന്തോ പറഞ്ഞപ്പോൾ കാമുകൻ ഇറങ്ങി ഒറ്റ പിടിയിൽ വിടുന്നു, അപ്പൊ ഒറ്റ പോക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അനീഷ് അവിടെ പ്രവർത്തിച്ചതായിട്ട് എനിക്ക് തോന്നിയത്. ഇതിന്റെ പേരിൽ വെളിയില് അനുമോളെ എത്രമാത്രം നെഗറ്റീവ് ആക്കാമോ അത്രമാത്രം നെഗറ്റീവ് ആക്കുന്നുണ്ട്. ഞാൻ ഇത് കാണുന്ന ലേഡീസിനോടാണെങ്കിലും, ലേഡീസ് ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ലേഡീസ് ഉണ്ടെങ്കിൽ നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇങ്ങനെ തമാശ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, നിങ്ങളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്നിട്ട് ഒരാൾ പറയുവാണ് നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? പെട്ടെന്ന് കിളി പോവും. അത് തന്നെയാണ് അനുമോൾക്ക് സംഭവിച്ചത്. അനുമോളുടെ കയ്യിൽ നിന്നെല്ലാം പോയി. തമാശ കാണിച്ചത് സീരിയസ് ആയല്ലോ എന്നുള്ളൊരു ടെൻഷൻ ആയിപ്പോയി അനുമോൾക്ക്. അല്ലാതെ എനിക്ക് ഇതിനകത്തൊന്നും കാണുന്നില്ല. അനുമോള് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഇവർ രണ്ടുപേരും ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇവർ രണ്ടുപേരും അങ്ങനെയുള്ള രീതിയിൽ അനുമോള് അനീഷിനോട് പെരുമാറുന്നത്. പക്ഷെ അനീഷ് കെയർ ചെയ്യുന്നുണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ. എന്താന്ന് വെച്ചാൽ ആദിലയും നൂറയുമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴും അതിൽ സോൾവ് ചെയ്യാൻ നടക്കുന്നു. അതിനുശേഷം പോയിട്ട് അനുമോൾക്ക് ചായ എടുത്തു കൊടുക്കുന്നു, കാപ്പി എടുത്തു കൊടുക്കുന്നു, ഫ്രൂട്ട്സ് എടുത്തു കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോഴും അവിടെ അനുമോള് ഒരു നോട്ടം കൊണ്ടുപോലും ഈ പറയുന്ന അനീഷിനെ ആ രീതിയിൽ കണ്ടിട്ടില്ല. അങ്ങനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും ലൈവിൽ കണ്ടേനെ. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടേ ഇല്ല. പക്ഷെ തെറ്റിദ്ധരിച്ചത് മൊത്തവും അങ്ങനെ ഒറിജിനൽ ആയിട്ടാണ്, ഗെയിം അല്ലാത്ത രീതിയിലാണ് ഈ അനീഷ് അത് എടുത്തിരിക്കുന്നതെങ്കിൽ അത് അനീഷിന്റെ തെറ്റിദ്ധാരണയിൽ ഉണ്ടായതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു പെണ്ണോട് പോയി പ്രപ്പോസ് ചെയ്യുന്നു, ആ പെണ്ണ് പറയുന്നു എനിക്കുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത് മൊത്തവും കേൾക്കാൻ തയ്യാറാകണം. അതിനുശേഷം ഓക്കെ അപ്പൊ കേൾക്കാൻ പറ്റിയില്ല, അതിനുശേഷം തന്നെ അനുമോള് പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അനീഷേട്ടനോട് സംസാരിക്കാനുണ്ട്, എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല, ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. എന്തോ പിടിച്ചു വാങ്ങിക്കാൻ നമ്മൾ നിൽക്കില്ല, ഒരു സാധനം നമ്മളിങ്ങനെ പിടിച്ചെടുക്കണം, എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാനത് പിടിച്ചു വാങ്ങിക്കും എന്നുള്ളൊരു ഇതുണ്ടല്ലോ, സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തിലേക്ക് അനീഷ് പോകുന്നതായിട്ട് എനിക്ക് ശരിക്കും തോന്നിയിട്ട്, എനിക്കിന്ന് ആ ഒരു പ്രവൃത്തിയിൽ എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. പക്ഷെ അനുമോൾ പുറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് സംസാരിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴും പുള്ളി പറയുന്ന ഒരു ഡയലോഗാണ്, ഞാൻ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തു, എനിക്കിനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദേഷ്യപ്പെട്ട് നടക്കുന്നത് പോലെ നടക്കുന്നു. എന്ന് വെച്ചാൽ നീ തന്നില്ലെങ്കിൽ ഞാനത് പിടിച്ചു വാങ്ങിക്കും എന്നുള്ള രീതി. അതെനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. അപ്പൊ വെളിയിൽ കിടന്നുകൊണ്ട്
ഈ എനിക്കിപ്പോ അനീഷ് ആണെങ്കിലും അനുമോൾ ആണെങ്കിലും ഷാനവാസ് ആണെങ്കിലും ഇവർ മൂന്ന് പേരിൽ ഒരാൾ കപ്പെടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ ഈ ഒന്നാമത്തെ ദിവസം മുതൽ ഈ ദിവസം വരെ ഡിഗ്രേഡ് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഈ അനുമോള്. ഇത്രമാത്രം സൈബർ അറ്റാക്ക് ഏതെല്ലാം രീതിയിൽ ഈ അനുമോളെ ദ്രോഹിക്കാമോ ആ രീതിയിലെല്ലാം ദ്രോഹിച്ചു കഴിഞ്ഞു. ഒരു പെണ്ണ് അനുഭവിക്കേണ്ട എല്ലാ കാര്യങ്ങളും ആ ബിഗ് ബോസ് ഹൗസിൽ അനുഭവിച്ചു കഴിഞ്ഞ ഒരാളാണ്. പിന്നെ ഇപ്പോൾ ഒരു വടി അടിക്കാൻ കിട്ടിയപ്പോൾ എടുത്ത് അടിക്കുന്നു. പക്ഷെ അതിൽ അനുമോളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ, ഞാൻ കണ്ടിടത്തോളം. അവിടെ തമാശനെ തമാശയായിട്ട് കാണാൻ പഠിക്കണം. ഇപ്പൊ എല്ലാത്തിനും അങ്ങ് പുള്ളി എല്ലാത്തിനും സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എത്രയോ പ്രാവശ്യം ഷാനവാസ് മാറ്റുന്നു, തമാശ പറയുന്നു, മറ്റുള്ളവർ മാറ്റുന്നു, അത് കഴിഞ്ഞ ശേഷം തമാശ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്തിരുന്നല്ലോ. അതുപോലെ തന്നെ അനുമോളെയും അനീഷിനെയും കുറിച്ചൊക്കെ അവിടെയൊക്കെ സംസാരം വരുമ്പോഴൊക്കെ പുള്ളി തമാശ രീതിയിലാണല്ലോ എടുത്തുകൊണ്ടിരുന്നത്. അപ്പം തമാശനെ തമാശയായിട്ട് എടുക്കാൻ പഠിക്കാതെ അതിനെ സീരിയസ് ആയിട്ട് മനസ്സിലെടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ പോയിട്ട് ആ ഊഞ്ഞാലടിക്കൊണ്ടിരുന്നിട്ട് എനിക്ക് ഇതിന്റെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ആരുടെ ആരും കിളി പോവും. അതുപോലെ തന്നെ അനീഷിനോട് അനുമോള് പറയുന്നുണ്ട് എന്റെ സ്വപ്നങ്ങൾ, എന്റെ കരിയർ, എന്റെ കാര്യങ്ങൾ ഇതെല്ലാം സംസാരിക്കുന്നുണ്ട്. അത് സംസാരിച്ച് തുടങ്ങുമ്പോഴാണ് ഈ എഴുന്നേറ്റ് പോകുന്നത്. അപ്പൊ ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, ഇത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്ന സാധനമല്ല. ഈ ഡിഗ്രേഡിങ് നടക്കുന്നത് മൊത്തം എന്താണ്? അനുമോൾ അനീഷിനെ ചതിച്ചു, ഇത് വേണ്ടായിരുന്നു. എവിടെ ചതിച്ചെന്നാ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലായി. ഞാൻ ഇതുവരെയും ചതിച്ചതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. എന്തായാലും പക്കയായിട്ട് മുഖത്ത് നോക്കി കാര്യം പറഞ്ഞു. അനുമോൾ പറഞ്ഞു, ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല, എന്റെ ഒരു ചേട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ, പിന്നെ എന്റെ സ്വപ്നങ്ങൾ ഇതാണ്, എന്റെ കാര്യങ്ങൾ ഇതാണ്, ഞാൻ വിവാഹത്തെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റാണോ? ഇതിപ്പം ഒരാൾ പോയിട്ട് ഒരാളോട് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവരങ്ങ് സമ്മതിച്ചിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള സീസണുകളിൽ മറ്റൊരു മത്സരാർത്ഥിയായിട്ട് കുരങ്ങ് കളിപ്പിച്ച് എന്നുവെച്ചാൽ ലാസ്റ്റ് വരെ എനിക്കെന്തോ തന്നോട് പ്രണയമാണെന്ന് വരുത്തി തീർത്ത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും എനിക്ക് ആ മത്സരാർത്ഥിയുടെ പേരൊന്നും ഞാനിവിടെ പറയുന്നില്ല, ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ആ മത്സരാർത്ഥി എന്നോട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെ അതൊരു ചിരിയിൽ ഒതുക്കി പുറകിൽ നടത്തി അതൊരു വലിയ വിഷയമായിട്ടൊക്കെ നമ്മൾ വെളിയിൽ വന്നതാണ്, വെളിയിൽ നമ്മൾ കണ്ടതുമാണ് ആ ഇഷ്യൂസ് ഒക്കെ. എന്നിട്ട് വെളിയിൽ വന്നപ്പം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇവിടെ അനുമോൾ എന്താ ചെയ്തത്? കൃത്യമായിട്ട് പറഞ്ഞില്ലേ. അതിനിപ്പം ഇത്രയും പിണങ്ങി നടന്ന് കുറച്ച് ഫാൻസുകാർ ഇറങ്ങിയിട്ട് വീഡിയോ ഉണ്ടാക്കി അനീഷിനോട് ഇത് വേണ്ടായിരുന്നു, ചതിച്ചു കളഞ്ഞു, ചതിയായിപ്പോയി. അനീഷിനെ എവിടെ ചതിച്ചു? അപ്പൊ അനുമോളെ എങ്ങനെ ഡീഗ്രേഡ് ചെയ്യാം, എന്ത് ചെയ്യാം, ഇപ്പൊ ലാസ്റ്റ് നിമിഷത്തിൽ വന്നപ്പം കിട്ടിയ ഒരു വടി അതെങ്ങനെ ഉപയോഗിക്കാം എന്ന് മനസ്സിലാക്കി ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഇതിലൊന്നും ആരും വീഴരുത്. നിങ്ങൾ സ്വയമേ നിങ്ങളിൽ നിന്ന് ചിന്തിച്ചു നോക്കുക. ഈ സാബുമാൻ ആദ്യം വന്ന സമയത്ത് ഈ അനുമോളോട് പ്രപ്പോസൽ നടത്തിയിരുന്നു. അനുമോള് പറഞ്ഞല്ലോ എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സാബുമാൻ ആ വഴിക്ക് പോയിട്ടില്ല, അല്ലെങ്കിൽ അവർ തമ്മിൽ സംസാരിക്കുന്നില്ലേ, അവർ തമ്മിൽ ഇടപഴകിയിട്ടില്ലേ, എല്ലാം ഉണ്ടല്ലോ. ഇതുപോലെ മസിൽ പിടിച്ച് നടക്കുമായിരുന്നോ? അത് അവിടെ ആ ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ. പക്ഷെ അങ്ങനെ അല്ലല്ലോ ഇപ്പൊ അനീഷ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഇവർ തമ്മിൽ എന്തോ വലിയ വർഷങ്ങളായിട്ട് ഇഷ്ടമായിരുന്നു, പെട്ടെന്ന് എനിക്കെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു, അപ്പോഴത്തേക്ക് എന്നെ ചതിച്ചു എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിലൊരു ചതി നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ കാര്യത്തിൽ അനുമോളുടെ ഭാഗത്താണ്. ഇത് അനീഷിന്റെ തെറ്റിദ്ധാരണയാണ്. ഗെയിം അല്ലെങ്കിൽ അനീഷിന്റെ തെറ്റിദ്ധാരണ. ഗെയിം ആണെങ്കിൽ അനീഷ് ഇപ്പോൾ ഇതിറക്കുന്നത് ഒരു ഗെയിം കാർഡായിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ ഇത് അനീഷിന്റെ പക്ക ഗെയിമായിട്ട് തോന്നാം. കാരണം അനീഷ് ആ എഴുന്നേറ്റ് പോകുന്ന സീൻ നിങ്ങൾ ഒന്നുകൂടി ഇട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മൊത്തം പറയുന്നത് കേൾക്കാതെ പിന്നെ പോയി മസിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, വിഷമിച്ച് നടക്കുന്നു. എന്താ ഇത്? അപ്പൊ അത് അനീഷ് മിക്കവാറും വെളിയിലുള്ളവർക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കാൻ വേണ്ടി അനുമോളെ എന്നെ ഇത്രയും കളിപ്പിച്ചു, എന്റെ അടുത്ത് ഇത്രയും ഇടപഴകി, എന്നെ തെറ്റിദ്ധരിപ്പിച്ചു, എന്നിട്ട് എന്നെ കൈവിട്ടു എന്നുള്ള രീതിയിലൊക്കെ വെളിയിലേക്ക് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നതായിട്ട് ഗെയിമിന്റെ രീതിയിൽ എനിക്ക് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റൂ. എന്തായാലും ഇത് ഗെയിമിന്റെ ഭാഗമായിട്ടല്ല അനീഷ് കണ്ടത്, റിയൽ ആയിട്ടാണ് കണ്ടതെങ്കിലും എനിക്ക് അനീഷിന്റെ ഭാഗത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനിത് പറയുമ്പം ചിലപ്പോൾ അനീഷിന്റെ ആൾക്കാർക്കോ അനീഷിന്റെ ഫാൻസുകാർക്കോ ഒക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നാം എന്തോ ഇങ്ങനെ പറഞ്ഞതെന്ന്. പക്ഷെ നിങ്ങൾ തന്നെ സ്വയം ചിന്തിച്ച് നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. എവിടെയാണ് അനുമോൾ ഏതെങ്കിലും രീതിയിൽ ഒറ്റയ്ക്ക് ഇവർ തമ്മിൽ ഒറ്റയ്ക്കുള്ള സംസാരത്തിൽ എവിടെയെങ്കിലും അനുമോൾ ഹിന്റ് കൊടുത്തിട്ടുണ്ടോ അനീഷിനോട് എനിക്ക് അനീഷിന് ഇഷ്ടമാണെന്നുള്ളത്? ഈ ഷാനവാസും ഇവരൊക്കെ തമാശ പറയുമ്പോൾ തമാശ രീതിയിൽ കൂട്ടത്തിലും ചെയ്തിട്ടുണ്ട്. നമ്മളും എപ്പിസോഡിലും ലൈവിലൊക്കെ കണ്ടിട്ടുണ്ട്. ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് അനുമോളെ കുറിച്ച് പൊക്കി പറയുമ്പോൾ അനുമോൾ ഇങ്ങനൊക്കെ ആക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ ഒരു തമാശ രീതിയിലാണ്, അല്ലാതെ അനീഷിനോട് ഇഷ്ടം മൂത്ത് അനീഷിനെ കൊണ്ട് പുറകിൽ നടത്തിക്കുക ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അനുമോൾ അനീഷിനെ പുറകിൽ നടത്തിക്കുന്നതായിട്ട്? അല്ലെങ്കിൽ അനീഷ് അനുമോളുടെ പുറകിൽ അങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഇതിലെങ്ങനെയാണ് അനുമോളെ തെറ്റു പറയാൻ പറ്റുന്നത്? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്, ഇത് ചെയ്യുന്നത് മഹാ തൊട്ടിത്തരമാണ്. ഒരുപാട് ഫാൻസ് ഉള്ള ഒരു മനുഷ്യനാ, ആ മനുഷ്യൻ പെട്ടെന്ന് പറയുക എനിക്ക് നിന്റെ ഇഷ്ടമാണ്. ആ പെണ്ണ് ഞാനിങ്ങനെ അങ്ങനെയല്ല കാണുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഡീഗ്രേഡിങ്.
ഇതൊരു നല്ല പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയെങ്കിലും പറയണമെന്ന് എനിക്ക് തോന്നി. ബിഗ് ബോസ് ഷോയിൽ പോയെന്ന് പറഞ്ഞിട്ട് അത് എന്തിന്റെ രീതിയിലാണ്? ഇടയ്ക്ക് PR ആയിരുന്നു. PR എന്ന് ആദ്യം പറഞ്ഞു ഇപ്പോഴും PR പുറകില്. ഇപ്പൊ പുതിയൊരു മരുന്ന് കൂടെ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നതല്ലേ? ആദ്യത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ ലാസ്റ്റ് വരെ ലൈവ് എപ്പിസോഡും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവരല്ലേ? അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു എന്ത് കാര്യത്തിനും അനുമോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താലും അത് അനുമോളുടെ ദേഹത്തോട്ട്. അപ്പൊ അനുമോളെ ഇത്രമാത്രം ഡീഗ്രേഡ് ചെയ്യാൻ എന്താണ് ഇവർക്കെല്ലാം അനുമോളോട് ഇത്ര വൈരാഗ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പെണ്ണിന്റെ ജീവിതമല്ലേ, ആ പെണ്ണാണ് തീരുമാനിക്കുന്നത് എന്താ ചെയ്യേണ്ടത്, എനിക്ക് ആരെ കല്യാണം കഴിക്കണം. അപ്പൊ ആ പെണ്ണിന്റെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ അറിയേണ്ടത്. ആ പെണ്ണിന്റെ അഭിപ്രായം അറിയുന്നതിന് മുമ്പ്, ആ പെണ്ണിന്റെ മനസ്സ് ശരിക്കും അറിയുന്നതിന് മുമ്പേ പോയിട്ട് നമുക്കങ്ങ് വിവാഹം കഴിച്ചാലോ, നമുക്ക് കല്യാണം കഴിച്ചാലോ, വീട്ടിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എന്നാ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് കല്യാണം കഴിക്കാം. ഇതൊക്കെ എവിടെ അംഗീകരിക്കാൻ പറ്റും? എന്തായാലും അനുമോൾ അവിടെ എടുത്ത ഒരു സ്റ്റാൻഡ് എനിക്ക് കൃത്യമായിട്ട് തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ, ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.